ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡി ബിയിൽ, അതായത് വീട്ടിലെ ഡി ബിയിൽ MCB വർക്കാവുന്നില്ല. അതായത് കിച്ചൺ സൈഡിലോട്ട് പോകുന്ന ഒരു MCB വർക്കാവുന്നില്ല. അപ്പോൾ നമുക്ക് MCB എങ്ങനെ എളുപ്പത്തിൽ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ MCB തന്നെ ഓണും ഓഫും ചെയ്യുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ പ്ലേ നഷ്ടപ്പെടുകയോ അല്ലെന്നുണ്ടെങ്കിൽ കിരികിരാന്നുള്ള സൗണ്ട്, അതായത് സപ്ലൈ ചാലുവാകുമ്പോൾ കിരികിരാന്നുള്ള സൗണ്ട് കേൾക്കുകയോ ചെയ്യുമ്പോൾ മനസ്സിലാക്കിക്കോണം MCB കംപ്ലൈൻ്റ് ആണെന്നുള്ളത്. അത് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. MCBയുടെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓവർലോഡിങ് പ്രൊട്ടക്ഷനും അതുപോലെ ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MCB യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന MCB ഹാവൽസിൻ്റെ MCB ആണ്. അത് 10 ആംസിൻ്റെ ഇതിൽ വെച്ചേക്കുന്നത് 16 ആംസാണ്. 16 ആംസിൻ്റെ ആവശ്യകത ഇല്ല, അവിടെ 10 ആംസ് മതി. നമ്മളിപ്പം 10 ആംസിൻ്റെ ഒരു MCB ആണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്ന MCB ആണ് നമുക്കിപ്പം ചേഞ്ച് ചെയ്യേണ്ടത്. കാരണം അത് ഫുള്ളായിട്ടും ഒരു സ്ട്രക്കായി നല്ല പിടുത്തത്തോടു കൂടി ഇരിക്കുകയാണ്. ചില സമയങ്ങളിൽ അതിൻ്റെ പ്ലേ തന്നെ നഷ്ടപ്പെടുന്നതായിട്ട് വന്നു. അതുമല്ല, അതിൽ സപ്ലൈ ഇൻവെർട്ടർ ലൈൻ കയറ്റി കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കിരികിരാന്ന് സ്പാർക്ക് ആവുന്ന സൗണ്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ MCB അതൊന്ന് ചേഞ്ച് ചെയ്യണം. കാരണം കിച്ചൺ സൈഡിലോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് MCB ഓഫ് ആവാതെ തന്നെ സപ്ലൈ കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നത്. അപ്പോൾ അത് നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടി DB എല്ലാം അഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വയറുകൾ കറക്റ്റായിട്ട് പൊസിഷൻ നോക്കി തന്നെ കൊടുക്കണം. കാരണം ഇൻവെർട്ടറിനും ലൈനും കൂടെ വരുന്നത് കൊണ്ട് നമ്മൾ അതനുസരിച്ച് വേണം കൊടുക്കാൻ. അപ്പോൾ നമ്മൾ MCBയുടെ അടിയിലെ ടെർമിനലും അഴിച്ചു. ഇനി മുകളിലത്തെ ടെർമിനൽ, അതായത് കിച്ചണിലോട്ട് പോകുന്ന ഫേസ് ലൈനാണ്, അതായത് ഫേസ് ലീഡാണ് നമ്മളിപ്പോൾ അഴിക്കുന്നത്. അപ്പോൾ ഇതിൽ കിടക്കുന്ന 2.5 വയറാണ് കിച്ചണിലോട്ട് പോകുന്നതും, അതേപോലെ അടി ടെർമിനൽ കയറുന്നതും 2.5 ആണ്. അത് ജോയിൻ്റ് ചെയ്ത് അടുത്ത MCBയിൽ നിന്ന് ഇതിലോട്ട് ജോയിൻ്റായി വരികയാണ്. അതായത് മെയിൻ ലൈൻ, അതായത് KCB ഇൻവെർട്ടറും കൂടെ ഇൻവെർട്ടറിലോട്ട് ചാർജ് ആവാനും വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്ന 10 ആംസിൻ്റെ ഇൻഡോഏഷ്യൻ്റെ MCB ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം തന്നെ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇതിൽ MRP കൊടുത്തേക്കുന്നത് 194 എന്നാണ്. 194 ഇല്ല, ഒരു 160 150 ആ റേഞ്ച് വരും ഇതിൻ്റെ MRP വരുന്നത്. പിന്നെ ഇൻഡോയേഷ്യൻ MCBകൾ നല്ല MCBകൾ തന്നെയാണ്. കാണാൻ ഒരു മോഡൽ വലിയ ഇതില്ലെങ്കിലും സാധാരണ നോർമൽ പഴയ ടൈപ്പ് മോഡൽ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് അത് 240, അതേപോലെ 415 വോൾട്ട് കപ്പാസിറ്റി എഴുതിയിട്ടുണ്ട്. C10 ആണ് നമ്മൾ എടുത്തേക്കുന്നത്, ഇൻഡോയേഷ്യൻ്റെ ആണ് എടുത്തേക്കുന്നത്. കണക്ഷൻസ് എല്ലാം പഴയതുപോലെ തന്നെയാണ്. അതായത് നമ്മൾ പഴയ MCBക്കകത്ത് നിന്ന് എങ്ങനെ ഊരിയോ അതേപോലെ തന്നെ തിരിച്ച് നമ്മളിപ്പോൾ ഈ വെക്കുന്ന MCBയിലും കണക്ഷൻ കൊടുക്കുക. അതായത് MCBയുടെ അടി ടെർമിനൽ ഫേസ് ലൈൻ ഡയറക്റ്റ് ലൈൻ കയറാനും, അതേപോലെ MCBയുടെ ടോപ്പ് ടെർമിനൽ, അതായത് മുകളിലത്തെ ടെർമിനൽ നമുക്ക് ഏത് സൈഡിലോട്ടാണോ പോകേണ്ട ഫേസ് ലീഡ് അതും കൊടുക്കുക. ഇതേപോലെ വയറ് മടക്കി കൊടുക്കുക. ഈ കാണുന്ന പ്ലേറ്റിലായിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കണം. ചില MCBയുടെ ലോക്ക് താഴെയും ഇൻഡോയേഷ്യൻ്റെ ലോക്ക് മുകളിലുമാണ്. അതായത് ഇപ്പോൾ ഈ പ്ലേറ്റ് ലീഡിലോട്ട് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുന്നത് അതിൻ്റെ മുകൾ സൈഡിൽ നിന്നാണ് ക്ലിപ്പ് ടൈപ്പ് നിൽക്കുന്നത്. അതായത് ക്ലിപ്പ് പ്രസ് ചെയ്ത് താപ്പോട്ട് വെക്കുന്ന രീതിയാണ് വരുന്നത്. ബാക്കി ഇരിക്കുന്നതിൻ്റെ എല്ലാം അടി സൈഡിലാണ് അതിൻ്റെ ക്ലിപ്പ് ടൈപ്പ് വരുന്നത്. ഈ ഇടത്തോട്ട് കാണുന്നതെല്ലാം ഇൻവെർട്ടർ ലൈനാണ്. അതായത് നമ്മളിപ്പം വെക്കാൻ പോകുന്നതും ഇൻവെർട്ടർ ലൈനാണ് വരുന്നത്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഇരിക്കുന്നതും ഇൻവെർട്ടർ ലൈനാണ് വരുന്നത്. അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ മെയിനായിട്ടും ഈ MCB ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ വെളിയിലുള്ള ഇതിന് ഔട്ട്സൈഡിലുള്ള മെയിൻ സ്വിച്ചോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ വെച്ചേക്കുന്ന ഐസൊലേറ്ററോ നമ്മൾ ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പം പ്രധാനമായിട്ടും നോക്കേണ്ടത് ഐസൊലേറ്റർ, അതേപോലെ ഐസൊലേറ്റർ അല്ലെന്നുണ്ടെങ്കിൽ ELCB അല്ലെങ്കിൽ RCCB ഓഫ് ചെയ്യുക. ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ഇൻവെർട്ടറും ഓഫ് ചെയ്ത് പ്ലഗും ഊരിയതിന് ശേഷമേ ഇതുപോലെ കണക്ഷൻ കൊടുക്കാൻ നിൽക്കാമുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് കയറി ഇതേപോലെ DBയിൽ കയറി പിടിക്കാൻ നിൽക്കരുത്. കാരണം ഷോക്ക് ഏൽക്കും. ഇൻവെർട്ടർ ലൈൻ ഡയറക്റ്റ് വരുന്നത് കൊണ്ട് നമ്മൾ ഐസൊലേറ്റർ ഓഫ് ചെയ്താലോ അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താലോ അല്ലെങ്കിൽ RCCB ഓഫ് ചെയ്താലോ ഈ കാണുന്ന ബാക്കിയുള്ള MCBകളിൽ എത്ര ഇൻവെർട്ടർ കണക്ഷനാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അത്രയും MCBയിലോട്ട് ഡയറക്റ്റ് കണക്ഷൻ വരും. അതുകൊണ്ട് ഇൻവെർട്ടർ കണക്ഷനും നമ്മൾ ഇതുപോലെ ഇൻവെർട്ടർ ലൈനും ഓഫ് ചെയ്ത് ഇൻവെർട്ടറിൻ്റെ പവർ ബട്ടണും ഓഫ് ചെയ്ത്
ഇൻവേർട്ടറിൻ്റെ ബാക്കിൽ നിന്ന് നമ്മൾ ആ സോക്കറ്റും ഇട്ടതിന് ശേഷം വേണം ഇതേപോലെ MCBകളോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വയർ ജോയിൻറ്റിങ്ങോ എർത്തിങ്ങോ എല്ലാം ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ആയിരിക്കണം. അല്ലാതെ ഡയറക്റ്റ് കയറി പിടിക്കാൻ നിൽക്കരുത്. ഡയറക്റ്റ് കയറി ഇതേപോലെ ചെയ്യാൻ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ ഷോക്ക് ഏൽക്കാൻ ചാൻസ് കൂടുതലാണ്. അത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതേപോലെ ഈ വയറുകൾ കയറ്റി കൊടുക്കുമ്പോൾ, അതായത് ജോയിൻറ്റ് ചെയ്ത്, അതായത് 2 വയറുകൾ കൂടി ഫേസ് ലീഡ് പിടിച്ച് കൊടുക്കുമ്പോൾ, MCBയിലോട്ട് പിടിച്ച് കൊടുക്കുമ്പോൾ വെളിയിലോട്ട് തള്ളി നിൽക്കാൻ ഇടവരരുത്. അതിന് രണ്ടും കൂടെ പ്രസ് ചെയ്ത് ഉള്ളിലോട്ട്, മാക്സിമം ഉള്ളിലോട്ട് തന്നെ ഇരിക്കണം. വെളിയിലോട്ട് ഒരു കമ്പി പോലും ടച്ച് ചെയ്തിരിക്കരുത്. കാരണം ഇൻവെർട്ടർ ലൈൻ്റെ ഇപ്പുറത്ത് വരുന്നത് പവർ ലൈനുകളാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും ടച്ചായി കഴിഞ്ഞാൽ കറക്റ്റ് ആ പവർ ലൈൻ്റെ അകത്ത് കയറി മുട്ടും. അപ്പോൾ ഇൻവേർട്ടർ ലൈൻ അത് പവർ ലൈനിലോട്ട് തന്നെ ജോയിൻ്റ് ആയി പോകാനും ചാൻസ് ഉണ്ട്. അതായത് KCB കട്ടാകുമ്പോൾ അതിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ജോയിൻ്റ് ചെയ്ത് 2 വയറുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്ത് പിരിച്ചു കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാൻ പാടില്ല. പ്രധാനമായിട്ടും നമ്മൾ നമ്മുടെ മെയിൻ സ്വിച്ചും അല്ലെങ്കിൽ ഐസൊലേറ്ററോ അല്ലെങ്കിൽ RCCBയോ ഇൻവേർട്ടറോ ഓഫ് ചെയ്തിട്ട് വേണം ഇതേപോലെ ചെയ്യാൻ. അല്ലാതെ ഒരിക്കലും ഇതേപോലെ കൈ കൊണ്ട് പിടിക്കാനോ തൊടാനോ പാടില്ല. അങ്ങനെ ചെയ്താൽ ഷോക്ക് ഏൽക്കും. അത് വലിയൊരു അപകടത്തിന് കാരണമാവും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ടൈറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ വെച്ചേക്കുന്ന ഫ്യൂസ് ഹീറ്റ് ആവാനും അതേപോലെ ഫ്യൂസ് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ RCCB ചില സമയങ്ങളിൽ ട്രിപ്പ് ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കണം. MCBകളുടെ എല്ലാ സ്ക്രൂവും നമ്മൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കണം. അതേപോലെ നമ്മൾ ചെയ്യാൻ നേരത്ത് നമ്മൾ ഇൻവേർട്ടർ ഓഫ് ബൈപ്പാസ് രീതിയിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മൾ അതും ഓഫ് ചെയ്ത് ഐസൊലേറ്ററും ഓഫ് ചെയ്ത് അതേപോലെ ഇൻവേർട്ടറിൻ്റെ പവർ ബട്ടണും ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് തൊട്ടതും ഇതേപോലെ ചെയ്തതും അങ്ങനെ വേണം ചെയ്യാൻ. അല്ലാതെ ഡയറക്റ്റ് കയറി പിടിക്കരുത്. പിടിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപകടം തന്നെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ MCB ചേഞ്ച് ചെയ്തു, പവർ ലൈനും കൊടുത്തു. ഇപ്പം നമ്മുടെ ഇൻവേർട്ടറിൻ്റെ പവർ ബട്ടനും നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കണക്ഷൻസ് എല്ലാം പഴയ രീതി വന്നിട്ടുണ്ട്. അതായത് KCBയും വന്നിട്ടുണ്ട്, ഇൻവേർട്ടർ ലൈനും വന്നിട്ടുണ്ട്. അതിന് നമ്മൾ ടെസ്റ്റർ കൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. കാരണം നമ്മൾ വെച്ച MCBക്കകത്ത്, അതേപോലെ C10 MCBക്കകത്ത് തന്നെ മുകളിൽ സപ്ലൈ വരുന്നത് ഇപ്പം തന്നെ ടെസ്റ്ററിൽ കാണാം. ഇപ്പം നമ്മൾ MCB ഓണാക്കിയിട്ടുണ്ട്. അപ്പം ടെസ്റ്ററിൻ്റെ അകത്ത് കണ്ടോ ഇൻഡിക്കേഷൻ കത്തി. അതായത് താഴത്തെ ടെർമിനലിൽ നിന്ന് MCB ഓണാക്കിയപ്പോൾ മുകളിലത്തെ ടെർമിനലിലോട്ട് സപ്ലൈ ചാലുവായി. അതാണ് ടെസ്റ്ററിൽ കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഏത് സൈഡിലോട്ടുള്ളതാണോ അത് റെഡി ആക്കിയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ചേഞ്ച് ചെയ്യുമ്പോൾ ഐസൊലേറ്ററോ MCBയോ അല്ലെങ്കിൽ RCCBയോ ഇൻവേർട്ടറോ ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ ഒരിക്കലും ചെയ്യരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.